എൻ്റെ ഈ ചാനൽ കാണുന്ന നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഒരു സ്ത്രീ അയച്ച ഒരു മെസ്സേജാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. കാരണം വെച്ചാൽ എൻ്റെ ചില വീഡിയോകൾ ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിലെ കാര്യങ്ങളും അവരെന്നെ വിളിച്ചിട്ട് മെസ്സേജ് ഇട്ടിട്ട് പറയുന്നുമുണ്ട്. അങ്ങനെ ആ സ്ത്രീ പറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നിപ്പോയി. ആ സ്ത്രീ കല്യാണം കഴിച്ചിരുന്നത് സ്ത്രീനാം കാട്ടിയും ഒരു 6 വയസ്സ് കൂടുതലുള്ള ഒരു പുരുഷനെയാണ്. മൂപ്പര് ജോലി ചെയ്തിട്ട് കഷ്ടപ്പെട്ടിട്ട് കുടുംബം നോക്കാനും വേണ്ടിയിട്ട് ഒരുപാട് ജോലി ചെയ്തതിന് ശേഷം മൂപ്പർക്ക് ഇപ്പോൾ കാണുമ്പോൾ പ്രായം കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. കാണാൻ സ്ത്രീ കുറച്ച് ചെറുതും മൂപ്പര് നല്ല പ്രായം തോന്നുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത് കുടുംബത്തിലുള്ളവരാണ്. നിനക്ക് എങ്ങനെയാണ് ഇവനെ കിട്ടിയത്? അവർക്ക് നല്ല പ്രായമുണ്ടല്ലോ, നിനക്ക് ചെറിയ പ്രായമല്ലേ? ഇങ്ങനെ കളിയാക്കുന്ന കാണുമ്പോൾ ഇല്ലേ, ആ സ്ത്രീ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ ഞാൻ നോക്കിയിട്ട് കല്യാണം കഴിച്ചില്ല. എൻ്റെ കുടുംബക്കാരനെ എനിക്ക് അവരിഷ്ടപ്പെട്ട ഒരാളെയാണ് എനിക്ക് കല്യാണം കഴിച്ച് തന്നിട്ടുള്ളത്. പക്ഷെ മൂപ്പർ ഞങ്ങളെ കുടുംബം ഒരാളോട് കൈ നീട്ടാണ്ട് അന്തസ്സോടെ ഞങ്ങളെ നോക്കാനും വേണ്ടിയിട്ട് മൂപ്പർ കഷ്ടപ്പെട്ട് ജോലി ചെയ്തതിന് ആ ക്ഷീണം കൊണ്ട് മൂപ്പർക്ക് നല്ലോണം പ്രായം തോന്നിക്കാൻ തുടങ്ങി. അതിൽ എനിക്കൊരു കുറ്റബോധമില്ല. കാണുന്ന ജനങ്ങൾക്കാണ് കുറ്റബോധമുള്ളത്. അവരാണ് ഞങ്ങളെ തമാശയാക്കുന്നുള്ളത്. കാരണം വെച്ചാൽ എൻ്റെ ഭർത്താവ് ഒരാളോടും കൈ നീട്ടാണ്ടാണ് അന്തസ്സോട് കൂടി ഞങ്ങളെ കുടുംബം നോക്കുന്നുണ്ട്. ഞങ്ങൾ നല്ലോണം സന്തോഷത്തോട് കൂടിയിട്ടാണ് കഴിയുന്നുമുള്ളത്. പക്ഷെ പുറത്തുനിന്ന് ഇങ്ങനെ കുത്തുവാളുകൾ കേൾക്കുമ്പോൾ സങ്കടം തോന്നിപ്പോന്നു. മൂപ്പര് പ്രായമായിട്ടുണ്ടെങ്കിൽ തന്നെ പക്ഷെ പക്വതയുള്ളൊരു മനുഷ്യനാണ്. എന്നും ജോലിക്ക് പോവും. ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതേപോലെ തന്നെ എല്ലാവരും ഞായറാഴ്ച ലീവാക്കുകയാണെങ്കിൽ എൻ്റെ ഭർത്താവ് ശനിയും ഞായറാഴ്ചയും ലീവാക്കിയിട്ട് ഞങ്ങളെ കറങ്ങാൻ കൊണ്ടുപോകും. എത്രത്തോളം സന്തോഷമാണ് ഞങ്ങളെ കുടുംബത്തിൽ. പക്ഷെ ഇത് കണ്ടിട്ട് അവർക്ക് അസൂയം തോന്നുന്നത് കൊണ്ടായിരിക്കാമല്ലേ ഞങ്ങളെ ഇങ്ങനെ വാക്കുകൾ പറഞ്ഞ് കളിയാക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ എൻ്റെ സുഹൃത്തുക്കളെ. എൻ്റെ വീഡിയോ കാണുന്നവർ അവർ സന്തോഷത്തോടു കൂടി ജീവിച്ച് പോയിക്കോട്ടെ. എന്തിനാണ് നിങ്ങൾ അതിലേക്ക് ഇതാക്കാൻ പോകുന്നത്?